നമസ്കാരം. തമിഴ്നാട്ടിൽ സിനിമാ മേഖലയിൽ ലഹരി പടർന്നിരിക്കുകയാണോ? നടൻ ശ്രീകാന്ത് ഇപ്പോൾ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ശ്രീകാന്തിനെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ശ്രീകാന്ത് തമിഴ് സിനിമാ മേഖലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നായക നടനും കൂടിയാണ്. നമുക്ക് ശ്രീകാന്തിനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് നൻപൻ എന്ന ചിത്രം. അതിൽ വിജയോടൊപ്പം തന്നെ വിജയുടെ കൂട്ടുകാരനിൽ ഒരാളായിട്ട് അഭിനയിച്ചത് ശ്രീകാന്താണ്. ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ്. ശ്രീകാന്ത് പക്ഷേ വർഷങ്ങളായി സിനിമാ മേഖലയിലുള്ള ഒരാളാണ്. 2002 തന്നെയാണ് ശ്രീകാന്ത് സിനിമാ മേഖലയിലേക്ക് വരുന്നത് തന്നെ. അത് സജീവമാകുന്നതും ആ ഒരു ഘട്ടത്തിലൊക്കെയാണ്. പക്ഷേ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും കൊക്കീൻ പിടികൂടുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതിൽ അക്ഷരാർത്ഥത്തിൽ തമിഴ് സിനിമാ ലോകം ഞെട്ടിയിരിക്കുകയാണ്. ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത വഴിയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആരും അറിയില്ലായിരുന്നു. ബാറിൽ എവിടെയോ നടന്ന ഒരു അടിപിടി കേസായിരുന്നു ശ്രീകാന്തിനെ ഇപ്പോൾ അറസ്റ്റിലേക്ക് വരെ എത്തിപ്പെടാനുള്ള ഒരു കാരണം. തിങ്കളാഴ്ച പോലീസിനെ തന്നെ ആന്റി നർക്കോട്ടിക്സ് വിഭാഗം ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. അതിന് പിന്നാലെയാണ് ശ്രീകാന്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ശ്രീകാന്തിന് എവിടെ നിന്നാണ് ഈ കൊക്കീൻ കിട്ടുന്നത്? ശ്രീകാന്തിന് കൊക്കീൻ കിട്ടുന്നത് DMK മുൻ നേതാവായ പ്രസാദിന്റെ കയ്യിലാണ്. ഈ പ്രസാദിനെ എങ്ങനെയാണ് പോലീസ് പിടികൂടുന്നത്? പ്രസാദ് ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. പ്രസാദ് ഒരു ദിവസം ബാറിൽ ഒരു അടിപിടി കേസ് ഉണ്ടാകും. അവിടെ ആ അടിപിടി കേസിൽ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് പ്രസാദ് പോലീസിന് നൽകുന്ന മൊഴി പ്രകാരം പ്രസാദ് പറയുന്നത് താൻ തമിഴ് നടൻ ശ്രീകാന്തിനും ലഹരി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് ഞെട്ടി. അതിനോടൊപ്പം പ്രസാദ് ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. 1 ഗ്രാം കൊക്കൈൻ പ്രസാദ് ശ്രീകാന്തിന് നൽകി. ശ്രീകാന്ത് അതിന് പ്രസാദിന് തിരിച്ചു നൽകിയത് 12,000 രൂപയാണ് എന്നുള്ളതാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നതിനിടെയാണ് ശ്രീകാന്തിനെ ആന്റി നർക്കോട്ടിക് സെല്ല് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ കഥ. നിലവിൽ ശ്രീകാന്തിൻ്റെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. പരിശോധനാ ഫലത്തിൽ ശ്രീകാന്ത് ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാഥമികമായ വിവരം. അതായത് മലയാളത്തിൽ ഇവിടെ ലഹരി കേസുകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടെ താരങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് പോലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് മലയാള സിനിമാ മേഖലയിൽ മാത്രമാണോ ഈ ലഹരി ഉപയോഗം എന്നുള്ളതാണ്. മറ്റ് ഭാഷയിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നിട്ട് മലയാള സിനിമാ ലോകത്ത് ഇത്രയധികം ലഹരി ഉപയോഗമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉന്നയിച്ചിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തമിഴ് സിനിമാ മേഖലയെ നിഴലിൽ നിർത്തുന്ന രീതിയിലേക്ക് ശ്രീകാന്തിൻ്റെ അറസ്റ്റ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതും പറയേണ്ടി വരും. ഇതിനകത്ത് മറ്റ് പല വസ്തുതകളുമുണ്ട്. ശ്രീകാന്തിനെ പോലൊരു പ്രധാനപ്പെട്ട താരത്തെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി തമിഴ് സിനിമയിൽ ലഹരിയുടെ ഉപയോഗം എത്രമാത്രമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റുകൾക്കിടയിൽ ടെക്നീഷ്യന്മാരുടെ ഇടയിൽ ഇതുപോലുള്ള ലഹരി ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു വളരെ പ്രസക്തമായ ചോദ്യം കൂടിയാണ് ശ്രീകാന്തിൻ്റെ അറസ്റ്റിലൂടെ ഉണ്ടാകുന്നത്. പ്രസാദ് പോലീസിനോട് പറഞ്ഞത് തനിക്ക് ലഹരി കിട്ടിയത് ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു നൈജീരിയൻ പൗരൻ വഴിയാണ്. നൈജീരിയൻ പൗരൻ പ്രസാദിന് ലഹരി കൊടുക്കുന്നു, പ്രസാദ് ശ്രീകാന്തിന് കൈമാറും. ഇതാണ് ഇതിൻ്റെ ചങ്ങല എന്നുള്ളതാണ് പ്രസാദ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ഇനി സംഭവിക്കാൻ പോകുന്നത് തമിഴ് സിനിമാ മേഖലയിൽ ഒട്ടാകെ ഇനിയൊരു അന്വേഷണം നടക്കും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട്. ശ്രീകാന്ത് ഇനി ആരുടെയൊക്കെ പേരാണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും ശ്രീകാന്തിനെ പോലൊരു മുൻനിര താരം സിനിമാ മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിന് സിനിമകളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ വ്യാപകമായി ഈ ലഹരി ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന വമ്പൻ പേരുകൾ ആരൊക്കെയാണ്? തമിഴ് സിനിമാ മേഖലയെ തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള പേരുകൾ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതൊക്കെയാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. കാരണം ശ്രീകാന്തിൻ്റെ അറസ്റ്റ് വലിയൊരു കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചെറിയ സംഭവമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കില്ല. കാരണം തമിഴിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരത്തിൻ്റെ അറസ്റ്റ് കൂടി വരുമ്പോഴേക്കും തമിഴ് സിനിമാ മേഖലയൊട്ടാകെ തന്നെ ഒരു ചോദ്യം ചെയ്യലിൽ വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ശ്രീകാന്തിൻ്റെ പരിശോധനാ ഫലത്തിൽ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകളും കൂടി ലഭിക്കുന്നൊരു സാഹചര്യത്തിൽ ശ്രീകാന്തിൻ്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇനി ആരുടെയെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. തമിഴ് സിനിമാ മേഖലയിൽ ഇതുപോലുള്ള ലഹരി ഉപയോഗം വളരെ വലിയ രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളതും കൂടി അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സായി ശ്രീകാന്തിൻ്റെ ഈ ഒരു അറസ്റ്റ് മാറുമോ എന്നുള്ളത് തന്നെയാണ് തമിഴ് സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.